എഡ്യൂടെക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റാണ്. വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന ഭാഗമാണ്. അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാതക നിയമങ്ങളെക്കുറിച്ചാണ്, ഗ്യാസ് ലോസിനെ കുറിച്ചാണ്. വാതക നിയമങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ അത് നമ്മൾ ഗ്യാസ് അല്ലെങ്കിൽ വാതകങ്ങൾ എന്താണെന്ന് നോക്കാൻ പോകുന്നു. എല്ലാവർക്കും മാറ്റർ എന്താണെന്ന് അറിയാം, മാറ്ററിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സും അറിയാം. പദാർത്ഥങ്ങളും അവയുടെ വ്യത്യസ്ത അവസ്ഥകളെക്കുറിച്ചും എല്ലാവർക്കും അറിയാം. പദാർത്ഥങ്ങൾ പൊതുവിൽ 3 അവസ്ഥകളിലാണ് കാണപ്പെടുന്നത്: ഖരം, ദ്രാവകം, വാതകം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇതിൽ സോളിഡിനെയും ലിക്വിഡിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത് ഗ്യാസസിനെ കുറിച്ചാണ്, വാതകങ്ങളെ കുറിച്ചാണ്. നമുക്ക് ചുറ്റുപാടും ധാരാളം ഗ്യാസസ് കാണാൻ പറ്റും. നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ, ക്ലോറിൻ, ഫ്ലൂറിൻ, ഇതെല്ലാം എന്താണ്? ഗ്യാസസ് ആണ്, വാതകങ്ങളാണ്. ഈ ഗ്യാസസ് എടുക്കുമ്പോൾ ഗ്യാസിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസിനെ കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്യാസ് ചില വാതകങ്ങളും അവയുടെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്സിനെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഗ്യാസിൻ്റെ പാർട്ടിക്കിൾസ് അറേഞ്ച്മെൻറ്റ്, ആ അറേഞ്ച്മെൻറ്റ് പ്രത്യേകതകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്യാസിനെ കുറിച്ചാണ്. ആ ഗ്യാസിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്, വാതകങ്ങൾ അവയുടെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. വാതകങ്ങളും ആ വാതകങ്ങളുടെ പാർട്ടിക്കിൾസ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഗ്യാസ് എടുക്കുമ്പോൾ വാതകങ്ങളിൽ കണികൾ ക്രമീകരിച്ചിരിക്കുന്നത് അകലത്തിലായിരിക്കും. ഈ രീതിയിൽ വളരെ അകന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഗ്യാസ് എടുക്കുമ്പോൾ ഗ്യാസിൽ പാർട്ടിക്കിൾസ് എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്? പാർട്ടിക്കിൾസ് ആർ വെരി ലൂസ്ലി പാക്ഡ്. വളരെ അകന്നായിരിക്കും പാർട്ടിക്കിൾസ് സ്ഥിതി ചെയ്യുന്നത്. വളരെ അകന്ന് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾ ഈസ് വെരി ലെസ്. ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്. നമുക്കറിയാം, അകലം കൂടുന്നതിനനുസരിച്ച് ആകർഷണ ബലം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. ഇൻ ദ കേസ് ഓഫ് ഗ്യാസസ് ദ പാർട്ടിക്കിൾസ് ആർ വെരി ലൂസ്ലി പാക്ഡ്, സോ ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്. സോ ദീസ് പാർട്ടിക്കിൾസ് ക്യാൻ മൂവ് ഫ്രീലി. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യാൻ പറ്റും? യഥേഷ്ടം ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ പറ്റും. ഏത് ദിശയിലേക്ക് വേണമെങ്കിലും സഞ്ചരിക്കാനായിട്ട് സാധിക്കും. ദ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ഈസ് വെരി ഹൈ, ഓർ ദീസ് പാർട്ടിക്കിൾസ് ക്യാൻ മൂവ് റാൻഡംലി. റാൻഡം മോഷനാണുള്ളത്. പാർട്ടിക്കിൾസിന് വളരെ റാൻഡമായിട്ട് ഏത് ദിശയിലേക്കും എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദ എനർജി ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് വെരി ഹൈ. റാൻഡം മോഷനാണുള്ളത്, അതുകൊണ്ട് തന്നെ ഇവയുടെ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ വളരെ കൂടുതലായിരിക്കും. This is the peculiarity of arrangement of particles in gases. First of all, the particles are very loosely packed. The distance between particles is very high, so their force of attraction is very less. The particles can move freely, so the energy of the particle is very high. This is the arrangement of particles in the case of gases. വാതകങ്ങൾ എടുക്കുമ്പോൾ വാതകത്തിലെ കണികളുടെ ക്രമീകരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. കണികൾ വളരെ അകന്നാണ് സ്ഥിതി ചെയ്യുന്നത്. അവർ തമ്മിലുള്ള ആകർഷണ ബലം നന്നേ കുറവായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം, കണികൾ തമ്മിൽ ആകർഷണ ബലമില്ല. ഇവയ്ക്ക് യഥേഷ്ടം മൂവ് ചെയ്യാൻ, സഞ്ചരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവയുടെ ഊർജ്ജം എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലായിരിക്കും. ഈ നമ്മൾ പറഞ്ഞു, മാറ്ററിൻ്റെ ഒരു സ്റ്റേറ്റാണ് ഗ്യാസ് എന്ന് പറയുന്നത്. ഒരു പദാർത്ഥം എടുക്കുമ്പോൾ പദാർത്ഥത്തിൻ്റെ ഒരു അവസ്ഥയാണ് വാതകം എന്ന് പറയുന്നത്. മാറ്ററിനുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഗ്യാസസിനും ഉണ്ടായിരിക്കും, വാതകങ്ങൾക്കും ഉണ്ടായിരിക്കും. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാതകങ്ങളുടെ വോളിയത്തെക്കുറിച്ചാണ്, വ്യാപ്തിയെക്കുറിച്ചാണ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വോളിയം ഓഫ് ഗ്യാസസ്. ഗ്യാസസിൻ്റെ വോളിയം അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തിയെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. വോളിയം ഓഫ് ഗ്യാസസ്. ഓക്കെ, വോളിയത്തെക്കുറിച്ച് പറയുമ്പോൾ സോ വാട്ട് ഈസ് മീൻ ബൈ വോളിയം? എന്താണ് ഒരു പദാർത്ഥത്തിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ സ്പേസ് റിക്വയർഡ് ഫോർ എ സബ്സ്റ്റൻസ് ടു ഒക്കുപ്പൈ. ഒരു സബ്സ്റ്റൻസ്, ഒരു പദാർത്ഥം എടുക്കുമ്പോൾ ആ പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലമാണ് അതിൻ്റെ വോളിയം എന്ന്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ സ്പേസ് റിക്വയർഡ് ഫോർ എ സബ്സ്റ്റൻസ് ടു ഒക്കുപ്പൈ. ഒരു സബ്സ്റ്റൻസിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്, വ്യാപ്തം എന്ന് പറയുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ദേ ഹാവ് ഫിക്സഡ് വോളിയം. ഫോർ എക്സാമ്പിൾ, വെൻ യു ടേക്ക് എ സ്റ്റോൺ, ഒരു കല്ലെടുക്കുന്നു. ആ കല്ലെടുത്തിട്ട് നമ്മൾ ആ കല്ലിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്പേസ് നമ്മൾ നോക്കുക. അത് ഒരു സോളിഡ് സബ്സ്റ്റൻസ് സംബന്ധിച്ച് ഇറ്റ്സ് വോളിയം ഈസ് ഫിക്സഡ്.
അതൊരിക്കലും എന്ത് ചെയ്യത്തില്ല, ചേഞ്ച് ചെയ്യത്തില്ല. നമ്മൾ എവിടെ കൊണ്ടുവച്ചാൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫിക്സഡ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ലിക്വിഡ്സ് നോക്കുന്നു. ഫോർ എക്സാമ്പിൾ, സോ ടേക്ക് 1 glass of milk. When it is poured into a jar of capacity 5 liter, is there any change in its volume? നമ്മൾ ഒരു ഗ്ലാസ് പാലെടുത്തതിന് ശേഷം നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, ഒരു 5 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ജാറിലോട്ട് ആ പാലിനെ മാറ്റുന്നിരിക്കട്ടെ, അതിൻ്റെ വ്യാപ്തത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും? അല്ലെങ്കിൽ ആ അളവിൽ ആ ഒരു ഗ്ലാസ് പാലിനെ 5 ലിറ്റർ പാത്രത്തിലോട്ട് മാറ്റുന്ന രീതി അതിൻ്റെ അളവ് കൂടുമോ, പാലിൻ്റെ അളവ് കൂടുന്നുണ്ടോ? ഒരിക്കലുമില്ല. സോ നമുക്ക് പറയാൻ പറ്റും, ഇൻ ദ കേസ് ഓഫ് ലിക്വിഡ്സ് ഓൾസോ ഇറ്റ്സ് വോളിയം ഈസ് ഫിക്സഡ്. അപ്പോൾ നമ്മൾ ലിക്വിഡ്സ് നോക്കുകയാണെങ്കിൽ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫിക്സഡ്. ഇൻ ദ കേസ് ഓഫ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ദെയർ വോളിയം ഈസ് ഫിക്സഡ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഗ്യാസസ്, ഫോർ എക്സാമ്പിൾ, സോ 1 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു കണ്ടെയ്നർ ഉണ്ട് എൻ്റെ കയ്യിൽ. സോ ഇറ്റ്സ് കപ്പാസിറ്റി ഈസ് 1 liter. So here we are going to take a 5 gram of nitrogen gas. ഒരു 5 gram നൈട്രജൻ ഗ്യാസിനെ 1 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു കണ്ടെയ്നറിലോട്ട് വെക്കുകയാണ്. നമുക്കറിയാം, in the case of gases the particles are very loosely packed. So the arrangement of particles is shown in the figure. നമ്മൾ അതിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് ചുമ്മാ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ട്, ആ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് ഇപ്രകാരമായിരിക്കും. ഇപ്പോൾ 1 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ജാറ്, അതിനകത്തേക്ക് 5 gram നൈട്രജൻ ഗ്യാസിനെ എടുക്കുന്നു. ആൻഡ് ദ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ലൈക്ക് ദിസ്. ഈ രീതിയിലായിരിക്കും പാർട്ടിക്കിൾസിന്റെ ക്രമീകരണം വരുന്നത്. So when this 5 gram nitrogen is transferred into another jar of capacity 2 liter, 2 ലിറ്റർ കപ്പാസിറ്റി ഉള്ള മറ്റൊരു ജാറിലോട്ട് ഞാൻ ഈ 5 gram നൈട്രജനെ മാറ്റുന്നിരിക്കട്ടെ. സോ ആദ്യം ഞാൻ 1 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ജാർ എടുത്തു, അതിനകത്തേക്ക് 5 gram നൈട്രജനാണ് എടുത്തത്. ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മറ്റൊരു ജാറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇറ്റ്സ് കപ്പാസിറ്റി ഈസ് 2 liter. We know that in the case of gases the particles are very loosely packed and the particles have random motion, they can move freely. So when you transfer this gas into another jar of capacity 2 liter, we can see എങ്ങനെയായിരിക്കും പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. പാർട്ടിക്കിൾസിന്റെ എണ്ണത്തിൽ എന്തെങ്കിലും മാറ്റം വരും. സോ അഗെയിൻ വി ടേക്ക് 5 gram നൈട്രജൻ, ഈ സെയിം ഗ്യാസിനെ തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ അതിന്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിലൊന്നും ഒരു മാറ്റമില്ല, 5 gram നൈട്രജൻ തന്നെയാണ്. ബട്ട് വി നോ ദാറ്റ് ഇത്രയും ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസിലോട്ട് ഈ 5 gram നൈട്രജൻ എന്ത് ചെയ്യും, അങ്ങ് സ്പ്രെഡ് ചെയ്യും. സ്പ്രെഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് the particles are very loosely packed and they have random motion. അവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാൻഡം ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. സോ ഈ പാർട്ടിക്കിൾസ് ഈ 2 ലിറ്റർ കപ്പാസിറ്റി ആ ജാറിലോട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ് ടു ഇസ് വോളിയം, അതിൻ്റെ വോളിയത്തിന് എന്ത് സംഭവിച്ചു കാണും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, 1 ലിറ്റർ ജാറിൽ വെച്ചപ്പോൾ ഇതിൻ്റെ വോളിയം 1 ലിറ്റർ ആയിരുന്നു. When it is transferred into another jar of capacity 2 liter, its volume becomes 2 liter. That means എന്ത് മനസ്സിലാക്കിയിരുന്ന, in the case of gases their volume is not fixed. These gases also require space to occupy, but its volume is not fixed. അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഫിക്സഡ് അല്ല. In the case of gases its volume is equal to the volume of the container in which it contains. അപ്പോൾ നമ്മൾ വാതകങ്ങൾ നോക്കുകയാണെങ്കിൽ വാതകങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് അത് എന്തിലാണോ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. ഇപ്പോൾ നമ്മൾ 1 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ജാറിൽ വയ്ക്കുമ്പോൾ ആ ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1 ലിറ്റർ ആയിരിക്കും. When it is transferred into 2 liter it becomes 2 liter. This volume becomes 2 liter. ഈ സെയിം ഗ്യാസിനെ ഞാൻ 10 ലിറ്റർ കപ്പാസിറ്റി ഉള്ള വലിയൊരു കണ്ടെയ്നറിലോട്ട് മാറ്റുകയാണെങ്കിലോ, again its volume changes into 10 liter because of the arrangement of particles. The particles are very loosely packed and they have random motion. അപ്പോൾ അതെന്ത് ചെയ്യും, ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ നമ്മൾ എടുക്കുന്ന ജാറിലോട്ട് ആ ഗ്യാസ് എന്ത് ചെയ്യും, അങ്ങ് സ്പ്രെഡ് ചെയ്യും. സോ ഇറ്റ്സ് വോളിയം ദാറ്റ് ചേഞ്ചസ്, അതിൻ്റെ വോളിയം എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം, ഇൻ ദ കേസ് ഓഫ് ഗ്യാസസ് ദേ ഹാവ് വോളിയം ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഫിക്സഡ്. ഇൻ ദ കേസ് ഓഫ് ഗ്യാസസ് ഇസ് വോളിയം ഈസ് ഈക്വൽ ടു ദി വോളിയം ഓഫ് ദി കണ്ടെയ്നർ ഇൻ വിച്ച് ഇറ്റ് കണ്ടെയ്ൻസ്. അപ്പോൾ ഏത് കണ്ടെയ്നറിനകത്താണോ ഇത് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ വോളിയം ആയിരിക്കും ആർക്കുള്ളത്, ഗ്യാസുകൾക്ക് ഉള്ളത്. സോ ഇറ്റ് ഇസ് നോട്ട് ഫിക്സഡ്. ദാറ്റ്സ് അബൌട്ട് വോളിയം. അപ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം മനസ്സിലാവുമല്ലോ. വാതകങ്ങളുടെ വ്യാപ്തം എന്ന് പറയുന്നത് അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. അതിന് കാരണം അതിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് പ്രത്യേകതയാണ്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ പ്രഷർ. അപ്പോൾ വോളിയം ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ വി. നമുക്ക് വോളിയത്തിനെ വി, വ്യാപ്തം വി എന്നുള്ള ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാൻ പറ്റും. സോ നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദ പ്രഷർ, പ്രഷർ ഓഫ് ഗ്യാസസ്. പ്രഷർ അല്ലെങ്കിൽ മർദ്ദം എന്ന് പറയും. മർദ്ദം എന്താണ്, വാതകത്തിൻ്റെ മർദ്ദം അല്ലെങ്കിൽ പ്രഷർ എന്ന് വെച്ചാൽ പ്രഷർ ഓഫ് ഗ്യാസസ്. പ്രഷർ അല്ലെങ്കിൽ
നമ്മൾ പറയും മർദ്ദം എന്ന് പറയും. മർദ്ദം ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ പി. പി എന്നുള്ള ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം പ്രഷർ. Generally, what is meant by pressure? It is a total force exerted on a unit area of a plane. ഓക്കെ, ഒരു പ്രതലത്തിൻ്റെ യൂണിറ്റ് ഏരിയയിൽ പ്രയോഗിക്കപ്പെടുന്ന ആകെ ബലത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മർദ്ദം എന്ന് വിളിക്കുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് ഗ്യാസസ് വാട്ട് ഈസ് മീൻ ബൈ പ്രഷർ? നമ്മൾ വാതകങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം എന്ന് വച്ചു കഴിഞ്ഞാൽ, സോ അതിനായിട്ട് ഞാനൊരു കണ്ടെയ്നർ കൺസിഡർ ചെയ്യുന്നു. ഒരു കണ്ടെയ്നർ എടുക്കുന്നു. ആ കണ്ടെയ്നറിനകത്തേക്ക് അല്ലെങ്കിൽ ഒരു പിസ്റ്റൺ ഒരു ജാർ എടുക്കുന്നു. ആ ജാറിനകത്ത് ഞാനൊരു പിസ്റ്റൺ ഘടിപ്പിച്ചിട്ടുണ്ട്. പിസ്റ്റൺ അറിയാലോ, പിസ്റ്റൺ ഒരു മൂവിങ് പിസ്റ്റൺ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ജാറാണ്. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഗ്യാസിന് എടുത്തിട്ടുണ്ട്, ഗ്യാസ് മോളിക്യൂൾസ് എടുത്തിട്ടുണ്ട്. ആൻഡ് ദ അറേഞ്ച്മെന്റ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആർ ഷോൺ ഇൻ ദ ഫിഗർ. ആ ഫിഗറിലോട് ഞാൻ ആ ഗ്യാസ് മോളിക്യൂൾസിന്റെ ക്രമീകരണം കാണിക്കുകയാണ്. സോ ഈ രീതിയിൽ കുറച്ച് ഗ്യാസ് വെച്ചിട്ട് അതിൻ്റെ മോളിക്യൂൾസ് ഈ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കും. അപ്പോൾ നമുക്കറിയാം ഗ്യാസുകളെ സംബന്ധിച്ച്, വാതകങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ they can move freely. ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? യഥേഷ്ടം ഏത് ദിശയിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ഗ്യാസ് മോളിക്യൂൾ എടുക്കുമ്പോൾ അത് വേണമെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യാം, തിരിച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്യാം, ഇങ്ങോട്ട് മൂവ് ചെയ്യാം. സോ എനി ഡയറക്ഷൻ, ഏത് ദിശയിലേക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇൻ ദ കേസ് ഓഫ് ഗ്യാസസ് ദീസ് മോളിക്യൂൾസ് ക്യാൻ മൂവ് ഫ്രീലി. ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈ മോളിക്യൂൾ എടുക്കുമ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യാം, വേണമെങ്കിൽ ഇങ്ങോട്ട് മൂവ് തിരിച്ച് മൂവ് ചെയ്യാം. സോ ഇതെടുക്കുമ്പോൾ ഇങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് ദിശയിലേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ റാൻഡം മോഷനിലുള്ള ഗ്യാസ് മോളിക്യൂൾസ് ഏത് ദിശയിലേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. സോ ദീസ് വിൽ കൊളൈഡ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഗ്യാസ് മോളിക്യൂൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഇത് തിരിച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. സോ ഇവർ തമ്മിൽ എന്ത് ചെയ്യാം? കൊളൈഡ് ചെയ്യാൻ പറ്റും, കൂട്ടിയിടിക്കാൻ പറ്റും. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് മോളിക്യൂൾസ് തമ്മിൽ കൂട്ടിയിടിക്കുന്നു. സ്വാഭാവികമായിട്ടും ദീസ് വിൽ എക്സസ് സം ഫോഴ്സ്. അപ്പോൾ എന്താ സംഭവിച്ചത്? ഡ്യൂ ടു ദ റാൻഡം മോഷൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ദീസ് വിൽ കൊളൈഡ് വിത്ത് ഈച്ച് അതർ. ദിസ് വിൽ ഓൾസോ കൊളൈഡ് വിത്ത് ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. ഈ മോളിക്യൂൾസ് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെയ്നറിൻ്റെ വാൾസിൽ, ചുവരിലേക്ക് വന്നിടിക്കാൻ പറ്റും. ഒന്നുകിൽ പരസ്പരം കൂട്ടിയിടിക്കാം, അല്ലെങ്കിൽ അത് സ്ഥിതി ചെയ്യുന്ന ആ പാത്രത്തിൻ്റെ വശങ്ങളിലേക്ക് വന്നിടിക്കാൻ പറ്റും. സോ എനിവേ ഡ്യൂ ടു ദിസ് കൊളിഷൻ ദേ വിൽ എക്സെർട്ട് സം ഫോഴ്സ്. എന്ത് പറഞ്ഞാലും എന്തൊക്കെയായാലും തന്നെ ആ കൊളിഷൻ്റെ ഫലമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബലം അവിടെ പ്രയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്തൊരു ഇമാജിനറി പ്ലെയിൻ കൺസിഡർ, അതായത് നമ്മൾ ഈ ഒരു പറഞ്ഞ കണ്ടെയ്നകത്തൊരു ഇമാജിനറി പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ പ്ലെയിനിലേക്ക് വന്നിടിക്കാൻ പറ്റും. അങ്ങനെ ആ പ്ലെയിനിൻ്റെ യൂണിറ്റ് ഏരിയയിൽ ഈ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കൊളിഷൻ്റെ ഫലമായിട്ട് പ്രയോഗിക്കപ്പെടുന്ന ബലമുണ്ട്, ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രഷർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. സോ അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ പ്രത്യേകത യഥേഷ്ടം ചലിക്കാൻ പറ്റും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാസ് മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്യാം, കൂട്ടിയിടിക്കാം. ദിസ് വിൽ ഓൾസോ കൊളൈഡ് വിത്ത് ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. ആ സ്ഥിതി ചെയ്യുന്ന കണ്ടെയ്നറിൻ്റെ വാൾസിലേക്ക് വന്നിടിക്കാം. എനിവേ ദിസ് വിൽ എക്സെർട്ട് സം ഫോഴ്സ്. When you consider an imaginary plane, due to the movement of gas molecules, this will collide with the plane. ആ പ്ലെയിനിലേക്ക് വന്നിടിക്കാം. ആ പ്ലെയിനിൻ്റെ യൂണിറ്റ് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഏരിയയിൽ പ്രയോഗിക്കപ്പെടുന്ന ടോട്ടൽ ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? അതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രഷർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ടോട്ടൽ ഫോഴ്സ് exerted by the gas molecules by its surface area. ഒരു യൂണിറ്റ് ഏരിയയിൽ പ്രയോഗിക്കുന്ന ആകെ ബലത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രഷർ എന്ന് നമ്മൾ പറയുന്നത്. സോ ആസ് വി ഇൻക്രീസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദി ഗ്യാസസ്, അതായത് നമ്മൾ ഇതിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസിനെ എല്ലാം കൂട്ടുന്നിരിക്കട്ടെ, ഞാൻ വീണ്ടും കുറച്ചുകൂടെ ഗ്യാസ് മോളിക്യൂൾസിനെ ആഡ് ചെയ്യുന്നു, കുറച്ചുകൂടെ ഗ്യാസ് മോളിക്യൂൾസിനെ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഗ്യാസ് മോളിക്യൂൾസിനെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യും. ഓക്കെ, ഉള്ള സ്ഥലത്തിരുന്ന് മൂവ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് കൊളിഷൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. നമ്പർ ഓഫ് കൊളിഷൻസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ഫോഴ്സ് പ്രയോഗിക്കപ്പെടുന്ന ആകെ ബലത്തിൻ്റെ അളവ് എന്ത് ചെയ്യും? കൂടും. അങ്ങനെയാണെങ്കിൽ പ്രഷർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. പ്രഷർ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് ഇവിടെ പറഞ്ഞത്. ആസ് വി ഇൻക്രീസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്, the number of collisions increases. As a result, the pressure of gas also increases. അപ്പോൾ തന്മാത്രകളുടെ എണ്ണം കൂട്ടുകയാണെങ്കിൽ, വാതക തന്മാത്രകളുടെ എണ്ണം കൂട്ടുക വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മർദ്ദം കൂട്ടുവാനായിട്ട് സാധിക്കും.
അപ്പോൾ പ്രഷർ മനസ്സിലാവുമല്ലോ, മർദ്ദം മനസ്സിലാവുമല്ലോ. എന്താണെന്ന് വാതകങ്ങളെ സംബന്ധിച്ച് വാതക തന്മാത്രകൾ ചലിക്കുന്നതിൻ്റെ ഫലമായിട്ട് പരസ്പരം കൂട്ടിയിടിക്കാം, അല്ലെങ്കിൽ അവ സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ വശങ്ങളിലേക്ക് വന്നിരിക്കാം. എനിവേ ഡ്യൂ ടു ദിയർ കൊളിഷൻ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോഴ്സ് എക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, പ്രഷർ എന്ന് പറയുന്നത്, പ്രഷർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. ഓക്കെ, ആ പ്രഷർ എന്ന യൂണിറ്റ് ഏരിയയിൽ ഗ്യാസ് മോളിക്യൂൾസ് പ്രയോഗിക്കുന്ന ബലമാണ് വാതകത്തിൻ്റെ മർദ്ദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ ടെമ്പറേച്ചർ, താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ. താപനില അല്ലെങ്കിൽ എന്താണ്, ടെമ്പറേച്ചർ. നോക്കാം എന്താണ് താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് വെച്ചുള്ളൂ. ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില, ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ ടി. ടെമ്പറേച്ചർ ടി, ഓക്കെ, പ്രഷർ പി, വോളിയം വി, അതുപോലെ ടെമ്പറേച്ചറുടെ ടി എന്നുള്ള ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. സോ നമുക്കറിയാം ഗ്യാസ് മോളിക്യൂൾസ് അതിൻ്റെ പ്രത്യേകത, ദേ ക്യാൻ മൂവ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ മൂവിങ്ങിലൂടെ കിട്ടുന്ന എനർജി എന്താണ്, കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസിനുള്ള എനർജി കൈനറ്റിക് എനർജിയാണ്. ഡ്യൂ ടു ദിയർ മോഷൻ ദേ ഹാവ് കൈനറ്റിക് എനർജി. ഈ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി ഉണ്ട്. സോ നിങ്ങളൊരു പാത്രത്തിൽ ഒരു കണ്ടെയ്നറിനകത്തേക്ക് കുറച്ച് വാതകത്തെ എടുത്തിട്ടുണ്ട്, കുറേ മോളിക്യൂൾസ് ഉണ്ട്, ആ മോളിക്യൂൾസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വെൻ യു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് ദി ഗ്യാസ് കണ്ടെയ്ൻഡ് ഇൻ ദി കണ്ടെയ്നർ, ആ കണ്ടെയ്നറിനകത്തുള്ള ഗ്യാസിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യുന്നു. സോ വാട്ട് ഹാപ്പൻസ് ടു ദി ടെമ്പറേച്ചർ കൂടും. നമുക്കറിയാം അതിന് കാരണം, ഒരു സാധനത്തിനെ ചൂടാക്കുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ ഗ്യാസ് മോളിക്യൂൾസിനെ ചൂടാക്കുകയാണെങ്കിൽ ആ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് എന്ത് സംഭവിക്കും, മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് കൂടും അല്ലേ. ഗ്യാസ് മോളിക്യൂൾസിനെ എടുത്ത് വെച്ച് ചൂടാക്കുമ്പോൾ ഓൾറെഡി അത് മൂവ് ചെയ്യാണ്, ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യുകയാണ്. നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ആ മൂവ്മെൻറ്റ് കുറച്ചുകൂടെ ഫാസ്റ്റാണ്. ഓക്കെ, മൂവ്മെൻറ്റ് കൂടുന്നു മീൻസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. ദാറ്റ് മീൻസ് മൂവ്മെൻറ്റ് കൂടുന്നു മീൻസ് ഇറ്റ്സ് എനർജി ഇൻക്രീസസ്, എനർജി ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾസ് ഇൻക്രീസസ്. ആ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഊർജ്ജം എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. എനർജി, അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ എനർജി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എനർജി കൂടുന്നു, കൈനറ്റിക് എനർജി ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾസ് ഇൻക്രീസസ്. സോ ഏതൊരു സബ്സ്റ്റൻസിനെ നമ്മൾ ചൂടാക്കുമ്പോൾ സംഭവിക്കുന്നതാണ്, മോളിക്യൂൾസിൻ്റെ എനർജി കൂടും. സോ ഇൻ ദ കേസ് ഓഫ് സബ്സ്റ്റൻസസ്, temperature means it is the average kinetic energy of the molecules in a substance. ഒരു പദാർത്ഥം എടുക്കുമ്പോൾ ആ പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. ആസ് വി ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ദ എനർജി ഓഫ് ദി മോളിക്യൂൾസ് ഇൻക്രീസസ്. നമ്മൾ താപനില കൂട്ടുകയാണെങ്കിൽ ആ തന്മാത്രകളുടെ ഊർജ്ജവും എന്ത് ചെയ്തു വരും, കൂടി വരും. നമുക്കറിയാം താപനില കൊടുക്കുമ്പോൾ, ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ആ തന്മാത്രകളുടെ ചലന വേഗത കൂടുന്നു. ആസ് എ റിസൾട്ട് ദിസ് കൈനറ്റിക് എനർജി ഇൻക്രീസ്. അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഗതികോർജ്ജം കൂടുന്നു. അപ്പോൾ ഒരു താപനില എന്താണെന്ന് ചോദിച്ചാൽ, ടെമ്പറേച്ചർ എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദി മോളിക്യൂൾസ് പ്രസന്റ് ഇൻ എ സബ്സ്റ്റൻസ്. ഒരു പദാർത്ഥം എടുക്കുമ്പോൾ ആ പദാർത്ഥത്തിലെ കണികകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവിനെ വിളിക്കുന്ന പേരാണ് എന്ത്, താപനില എന്ന് വിളിക്കുന്നത്. നമ്മൾ വാതക തന്മാത്രകളെ ചൂടാക്കുമ്പോൾ അവയുടെ ശരാശരി ഗതികോർജ്ജം കൂടുന്നു. ആസ് എ റിസൾട്ട് ഇറ്റ്സ് എനർജി ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, വാതകത്തിൻ്റെ പൊതുവായിട്ടുള്ള കുറച്ച് സവിശേഷതകൾ പറഞ്ഞു, മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ പറഞ്ഞത് വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്താണെന്ന് പറഞ്ഞു, ദെൻ പ്രഷർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്, ദെൻ ദ ടെമ്പറേച്ചർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വാതക നിയമങ്ങൾ എന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോൾ നിങ്ങളിന്ന് ഇത്രയും മനസ്സിലാക്കിയ വാതകങ്ങളുടെ വ്യാപ്തം എന്താണ് അതിൻ്റെ മർദ്ദം എന്ന് വെച്ചാൽ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ താപനില. ഓക്കെ, എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതിൻ്റെ തുടർ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം.